ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ടച്ച് വരുന്ന ബട്ടർ മഷ്റൂം മസാല ട്രൈ ചെയ്താലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പോട്ടിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മെൽട്ടായി വരുന്ന ബട്ടറിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്തും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഈ സോട്ടായി വന്ന ഗാർലിക്കിലേക്ക് നമ്മൾ ഒരു സവാള ചോപ്പ് ചെയ്തത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് ഇതിന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിന് ശേഷം നല്ല ഗോൾഡൻ കളറായി വരുന്ന ഈ സവാളയിലേക്ക് വേണം നമ്മൾ ഒരു തക്കാളി ചോപ്പ് ചെയ്തും കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ 2 മിനിറ്റ്സ് കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും നന്നായിട്ട് തക്കാളിയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബേസിക് മസാലാസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ ടർമറിക് പൗഡർ അഥവാ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ വരെ ചില്ലി പൗഡർ, ഒരു 1/4 ടേബിൾ സ്പൂണോളം പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് മഷ്റൂമും ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ മഷ്റൂമിലേക്ക് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല, കാരണം മഷ്റൂമിൽ തന്നെ കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ. അപ്പോൾ വെള്ളം ചിലവർ ആഡ് ചെയ്യാറുണ്ട്, അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യണം എന്നുള്ളവർക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇടയ്ക്ക് ഉപ്പ് നോക്കിയിട്ട് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ടോപ്പിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വരെ ബട്ടറും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ മഷ്റൂം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ചപ്പാത്തിയുടെ ഒപ്പമാണ് കോമ്പിനേഷൻ ആക്കി എടുത്തിരിക്കുന്നത്. അല്ലാതെ നമുക്ക് പൊറോട്ടയുടെ ഒപ്പം അല്ലെങ്കിൽ ഗീ റൈസിൻ്റെ ഒപ്പമൊക്കെ കോമ്പിനേഷൻ ആക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഫുഡ് കോംബോ ആണ് കേട്ടോ ഇത്. So stay tuned guys, till the next video. Bye bye.